പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിലെ 7-ാം വചനം കാണിക്കുകയാണ്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ കൂടുതൽ ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിലൊരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും ഞാൻ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയിട്ട്, എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പിശാചിൻ്റെ ദൂതൻ. പ്രിയ സഹോദരങ്ങളെ, പിശാചിൻ്റെ ദൂതൻ എപ്പോഴും നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യം കാണിക്കുന്ന നമ്മളെ വീക്ഷിച്ചുകൊണ്ട്. ആയതിനാൽ പിശാചിന് ഒരിക്കലും നമ്മൾ അവസരം കൊടുക്കരുത്. അവനെപ്പോഴും ചെറുത്ത് നിൽക്കണം, ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കണം, അടുപ്പിക്കരുത്. കാരണം നമ്മുടെ ബലഹീനതയിൽ അവൻ കയറിപ്പറ്റും. നമ്മുടെ ബലഹീനത എന്താണെന്ന് അവൻ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അവൻ അള്ളിപ്പിടിച്ച് ദൈവവചനം കാക്കാൻ താല്പര്യം കാണിക്കുന്നവരെ അവൻ താഴെ വീഴ്ത്തും, അവൻ്റെ പരിധിക്കുള്ളിലാക്കും. ആയതിനാൽ അവന് അവസരം നമ്മൾ കൊടുക്കരുത്. ബലഹീനതയിൽ എന്തൊക്കെയാണെന്ന് അറിയാലോ. ശാരീരികമായിട്ടുണ്ട്, മാനസികമായിട്ടുണ്ട്. അപകർഷതാബോധം, ലജ്ജ, പിരിമുറുക്കം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കൂട്ടായ്മയിൽ ഒരു കാര്യം എനിക്കറിയാം, പക്ഷെ അത് പറയാനായിട്ടുള്ള ഒരു കഴിവ്, ഒരു നാണം, ഒരു ലജ്ജ, മനസ്സിലാവണ്ട. അറിയാം, എനിക്ക് കാര്യം അറിയാം, പക്ഷെ അത് പറയാനുള്ള നാണം, അതിനാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അതൊരു ബലഹീനതയാണ്. എന്നതുപോലെ നമ്മളൊരു ടാസ്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി തീർക്കാനായിട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ നിശ്ചിത സമയത്തിൽ തീർക്കാൻ കഴിയില്ലോ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമില്ലായ്മ കുറവ്, അതിൽ സ്ട്രെസ് ഉണ്ടാകുന്നു, സ്ട്രഗിൾ ഉണ്ടാകുന്നു, പിരിമുറുക്കമായിട്ട് മാറുന്നു. നമ്മൾ നേരെ അത് ഒരു തലവേദനയായിട്ട് മാറുന്നു. തലവേദനയ്ക്ക് നമ്മൾ നേരെ മരുന്നെടുത്ത് കഴിഞ്ഞ് നമ്മൾ രോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡിസീസായിട്ട് മാറും അങ്ങനെ ലാസ്റ്റ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, അതൊരു ബലഹീനതയാണ്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള ബലഹീനത എന്തൊക്കെയാണ്? ശരീരത്തിലുള്ള ബലഹീനത തെറ്റായ രീതിയിലുള്ള ചിന്ത എങ്ങനെ വരുന്നു? അതാണ് സാത്താൻ ഏറ്റവും ശുദ്ധമായിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറ്റേണ്ടത് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിൽ സാത്താനല്ല വസിക്കേണ്ടത്, ദൈവമാണ്. ആ ദൈവത്തെ ഇരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന രീതി, അതായത് നമ്മൾ ഇപ്പം വിവാഹ ജീവിതം നല്ലത്, ഇഷ്ടപ്പെട്ടത്, ദൈവത്തിനേറ്റവും ഇഷ്ടപ്പെട്ടത്, അതിന് ദൈവം പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും സംതൃപ്തി ഉണ്ടാകും. ചില അവസരങ്ങളിൽ നമ്മളല്ലാതെ ആകുമ്പോൾ നമുക്ക് സംതൃപ്തിക്കുറവ് വരും, നമുക്ക് വെറുപ്പ് തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ്, സ്ത്രീക്ക് പുരുഷനും സ്ത്രീക്കും ഭാര്യയ്ക്ക് ഭർത്താവിനും അങ്ങനെ ഒരു വെറുപ്പ് ഉള്ള ഒരവസ്ഥ വരും. ആ അവസ്ഥ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട്, ആ അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദോഷമാണ്. സാത്താൻ ആ അവസരം കാണും, അവർ വേറെ സ്ത്രീകളെയും വേറെ പുരുഷന്മാരെയും തേടിപ്പോവും, കണ്ടുകൂട്ടരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നശിച്ചു. അങ്ങനെ ആകരുതൊരിക്കലും. അങ്ങനെ ആകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ വേണ്ടിയിട്ട്, ആ ബലഹീനതയെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയിൽ എപ്പോഴും നമ്മൾ ഒട്ടി നിൽക്കണം. അപ്പം മുള്ളാണ് ബലഹീനത, നമ്മളുടെ ബലഹീനതകളാണ്. ആ ബലഹീനതയെ നമ്മൾ തള്ളിക്കളയണം. എപ്പോഴും ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.